അപ്പോൾ ഇന്ത്യ ഏതെങ്കിലും കാരണവശാൽ സാമ്പത്തികമായി ഒരു രാജ്യത്തെ സഹായിച്ചാൽ ആ പണം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുകയും ചെയ്താൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഇന്ത്യയോട് ആ രാജ്യങ്ങൾക്കെല്ലാം ഒരു മമത ഉണ്ടാവുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60% ആയുധങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മോസ് മിസൈൽ നമ്മളുടെ ഒരു ഏറ്റവും കരുത്തുറ്റ മിസൈൽ എന്ന് പറയാം. അതായത് കരയിൽ നിന്ന്, കപ്പലിൽ നിന്ന്, വിമാനത്തിൽ നിന്നൊക്കെ തന്നെ തൊടുക്കാൻ കഴിയുന്ന 290 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലാണ്. അപ്പോൾ ചൈനയുടെ ശല്യം അല്ലെങ്കിൽ ചൈനയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്നും $375 ബില്യൺ ഒരു കരാറിൽ ഏർപ്പെടുകയും നമ്മളിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് ഫലപ്രദമാണെന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത ഫിലിപ്പൈൻസിന് ശേഷം വിയറ്റ്നാമും വരുന്നു. വിയറ്റ്നാം $700 ബില്യൺ കരാറിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ലോക വിപണിയിൽ ഏറെ ശ്രദ്ധേയമായി മാറി. ഇനി പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അർമേനിയ മേടിച്ചു. അത് വലിയ പ്രയോജനകരമാണെന്ന് കണ്ടപ്പോൾ ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി ഇത്തരത്തിലുള്ള പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വേണമെന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.